ചേട്ടാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബോഡി ഷേമിംഗ് നേരിട്ടവരാണ് നമ്മളിൽ ഭൂരിഭാഗം. ഇപ്പോഴിതാ നടി ഗൗരി കിഷനെതിരെ അത്തരത്തിലുള്ളൊരു ബോഡി ഷേമിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും അന്ന് നടന്നത്? ഈ ബോഡി ഷെയ്മിങ് പണ്ടൊക്കെ സിനിമകളിലൊക്കെ അത്തരം സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പം കാലം മാറി. പൊതുവേ ഒരാളുടെ ശാരീരിക പ്രത്യേകത വെച്ചിട്ട് അയാളെ അപഹസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് ആദേശ് എന്ന് പറയുന്ന സിനിമ, തമിഴ് സിനിമയാണ്, ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. എൻ്റെ ഡയറക്ടറും നായകനും ഒക്കെ അവിടെ ഉണ്ട്. ആ സമയത്താണ് ഒരു യൂട്യൂബർ ചോദിക്കുന്നത്, ഇങ്ങനെ ആ സിനിമയിലൊരു രംഗമുണ്ട്, നായകൻ നായികയെ എടുത്തുയർത്തുന്നു, പൊക്കിയിടുക. മിക്കവാറും എല്ലാ സിനിമയിലും പാട്ട് സീനിലൊക്കെ അത്തരം രംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അനാവശ്യമായൊരു ചോദ്യം, അത് നായകനോടാണ് യൂട്യൂബർ ചോദിക്കുന്നത്. ഈ നടി ഗൗരി കിഷൻ്റെ ഭാരം എത്രയുണ്ട്, ഭാരം എത്രയുണ്ടെന്ന്, ഒരാളുടെ ഭാരം എത്രയുണ്ട്, ഒരാൾ നായകൻ നായികയെ എടുത്തുയർത്തുന്നു, അതൊരു ഷോട്ടാണ്, അത് കഴിഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ് എത്രയാണ് അവരുടെ വെയിറ്റ്. അതിനാണ് അങ്ങനെ ചോദിക്കുന്നത്. ആ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് അവർക്ക് നോക്കിയാൽ പോരെ? അതെ, അല്ല, അത് അയാൾ ചോദിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് ചാനലുകളുണ്ടല്ലോ, പേര് പറയാൻ നീലക്കുയിൽ അല്ലേ, അങ്ങനെ കുറേ നമുക്ക് പേരറിയാത്ത തന്നെ ഒത്തിരി ചാനലുകളുണ്ട്. ഈ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനെയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ചാനലുകളുണ്ട്. ഈ ചാനലിലേക്ക് നാളെ പിന്നെ തമ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം, ഇത്രയും ഭാരമുള്ള നടിയെ എടുത്തുയർത്തി നായകൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇതിനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാനലിന് എങ്ങനെ വ്യൂവേഴ്സിനെ കൂട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നടി ആ കെണിയിൽ വീണില്ല. നായകൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നടി അതിനെ ശക്തമായി എതിർത്തു. ആ ചോദ്യം പാടില്ല, അങ്ങനെ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പം ഇയാൾ വളരെ തമാശ രൂപത്തിലാണ് ചോദിക്കുന്നത് നായകനോട്, അതും നായികയോടും അല്ല ചോദിക്കുന്നത്. ഇപ്പം ഗൗരിയോടല്ല ചോദിക്കുന്നത്, നടിയോടല്ല ചോദിക്കുന്നത്, നായകനോട് ചോദിക്കുകയാണ്. അത് തന്നെ അതിനകത്തൊരു പുരുഷാധിപത്യത്തിൻ്റെ അല്ലേ, അങ്ങനെ തോന്നുന്നില്ലേ? അതായത് അല്ല, അവർ നിശബ്ദരായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്, അവരത് കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗൗരി പ്രതികരിച്ചു. ഗൗരി പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സിനിമയെക്കുറിച്ച്, ഞാൻ ആ സിനിമയിൽ എന്താണ് ചെയ്തത്? നിങ്ങൾക്കൊരാളെയും ബോഡി ഷേമിംഗ് നടത്താൻ അവകാശമില്ല. കാരണം ഓരോ സ്ത്രീയുടെയും ശാരീരിക പ്രത്യേകതകളെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, വ്യത്യസ്തമായ ശരീരപ്രകൃതമാണ്. അപ്പോൾ ഒരാൾക്ക് വണ്ണം ഉണ്ടായിപ്പോയി എന്നുള്ളത് അയാളുടെ തെറ്റല്ലല്ലോ. ശാരീരികമായി ആരോഗ്യപരമായും ചില പ്രശ്നങ്ങൾ കാരണം വണ്ണമുള്ള ആളുകളുണ്ട്. ചില രോഗാവസ്ഥ പോലും അങ്ങനെയുണ്ട്, അമിതമായി വണ്ണം ഉണ്ടാകുക. അത് ഇപ്പം നമ്മളങ്ങ് വിചാരിക്കുകയാണോ നമുക്കെന്നങ്ങ് വണ്ണം വയ്ക്കാം, അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായി മറ്റെന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകുന്നു. പണ്ടൊക്കെ ആളുകൾ അത്തരം വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കും. ഇപ്പം അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കിയിരിക്കുന്നു, അത് ബോഡി ഷെയ്മിംഗ് ആണ്. ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല. അയാളുടെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെക്കുറിച്ചാണ് പറയേണ്ടത്, അല്ലാതെ അയാളുടെ ശാരീരികമായ പ്രത്യേകത അയാളുടെ കുഴപ്പമല്ലല്ലോ. നിങ്ങൾക്കൊരു അംഗവൈകല്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളുണ്ടാക്കുന്നതല്ലല്ലോ. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കങ്ങനെ ആയി, അത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ന്യൂനതയെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇയാൾ അതിന് ശേഷം ഇവർ പ്രതികരിച്ചതിന് ശേഷവും ഇയാൾ അതിനെ ന്യായീകരിക്കുകയാണ് ചോദ്യോത്തര വേളയിൽ. അപ്പോൾ ആ പ്രസ് മീറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ചോദ്യോത്തര വേളയിൽ വരികയാണ്. ആ സമയത്ത് ഈ ബ്ലോഗർ വീണ്ടും വന്നിട്ട് അയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക, ഇതെല്ലാവരും ചോദിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കമായി. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ സിനിമയുടെ പ്രൊമോഷൻ ഇങ്ങനെയാണോ, സിനിമയുടെ പ്രൊമോഷൻ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഒരു ജേർണലിസ്റ്റ് ആയത്, ഇതാണോ മാധ്യമധർമ്മം എന്ന് ചോദിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ. അപ്പോഴും അയാൾക്കത് മനസ്സിലാകുന്നില്ല, ഇത് ശരീരത്തെ അപഹസിച്ചുകൊണ്ട് നടത്തിയ ബോഡി ഷെയ്മിംഗ് ആണ്. അയാൾ ആ വാക്ക് കേട്ടിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് അപ്പോഴും അയാളുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഈ നടി ചോദിക്കും, നിങ്ങളുടെ ഭാരം എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ഇയാൾ അതിൽ പിടിച്ചു, മാപ്പ് പറയണം. അപ്പോൾ പണ്ട് ഇവിടുത്തെ കളക്ടർ കുന്നംകുളത്തിൻ്റെ മാപ്പ് എടുത്ത് കാണിച്ചതുപോലെ
ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഈ നമ്മൾ മുട്ടാൻ നിൽക്കുമ്പം ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്, അതുപോലെയൊക്കെ ഇച്ചിരി തൻ്റെ ഇവിടെയൊക്കെ കാണിക്കണം. അപ്പോൾ അവർ വിട്ടുകൊടുത്തില്ല, മാപ്പൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പോൾ ഇയാൾ പിന്നെയും ന്യായീകരിച്ച് ആ സമയത്തൊക്കെ ഈ സിനിമയുടെ സംവിധായകനും ഈ സിനിമയിലെ നായകനും ഇരുമ്പലൊക്കെ വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഈ രാജ്യക്കാരല്ല. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അനാവശ്യമാണ്, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെങ്കിലും പറയാമായിരുന്നു. അല്ലെങ്കിൽ അയാൾക്ക് പറയാം, അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് ഒഴിവാകാം, അല്ലെങ്കിൽ ആ സീൻ ഒഴിവാക്കി വിടാം. അതൊന്നും ചെയ്യുന്നതിന് പകരം ഇതും സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസരമാണെന്ന് അവരും വിചാരിച്ച് കാണും. വേറൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ചർച്ചയാകുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് അറിയുന്നു. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, കോടതിയിലൊക്കെ പോയി വലിയ കേസൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇങ്ങനെയുണ്ടൊരു സിനിമ. പിന്നീട് അയാൾ തന്നെ ക്ഷമാപണം നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ആളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അമ്പരത്ത് നിന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. അതെ. അല്ല, ഇനിയിപ്പോൾ ആരോടും ഇങ്ങനെ ചോദിക്കത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ ഒരാളുടെ ശാരീരികമായ അവസ്ഥയെ അങ്ങനെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത് പുതിയ കാലത്ത്. ക്ഷമാപണം നടത്തിയത് ചോദിച്ചാലല്ല, സഹനടൻ. അതെ, അല്ല ഞാനും ആലോചിച്ചത്, ഞാനത് അങ്ങനെ കണ്ടില്ലെങ്കിൽ. പ്രതികരിച്ചില്ലല്ലോ, പിന്നെ അതിനുള്ള ഇതായിട്ട് വന്നായിരുന്നു. അല്ല, അയാൾ അമ്പരക്കേണ്ട കാര്യമില്ലല്ലോ, അയാൾക്ക് ഇടപെടാമല്ലോ, അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഇടപെടാമല്ലോ. ഇതിപ്പോൾ അനാവശ്യമായൊരു ചോദ്യമാണ്, നിങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സിനിമയിൽ അഭിനയിച്ച നടിയാണ്, ആ നടിയുടെ അഭിനയത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ എടുത്ത് ഭാരം എത്രയുണ്ടായിരുന്നു, ചിലവർ ഒരുപാട് വണ്ണമുള്ള ഒരാളാണെന്നുള്ള തരത്തിൽ ഉള്ള ആക്ഷേപമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അതുമാത്രമല്ല, അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അപഹസിച്ചും പരിഹസിച്ചും നിങ്ങൾ റീച്ച് ഉണ്ടാക്കും. നിങ്ങളുടെ ചാനൽ കാണാൻ ആൾ വരും. എന്തെങ്കിലും ഒരു തലക്കെട്ട്, ഇപ്പം ഒരു പ്രമുഖ നടൻ്റെ ഏതെങ്കിലും ഒരു നടൻ്റെ പേര് കൊടുത്തിട്ട് ഇയാൾ വന്നപ്പോൾ ഇയാൾ ചെയ്തത് കണ്ടോ, ഒന്നുമില്ല. അപ്പോൾ ആളുകളെല്ലാം ചെന്ന് നോക്കും, ഒന്നുമില്ല, നടന്നു വരുന്നതാ. ഈ വീഡിയോയും ഈ തലക്കെട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനെ കുറേ ചാനലുകൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ അലിൻ ജോസ് പെരേര ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്ന ചാനലുണ്ട്. അപ്പോൾ ഇപ്പോൾ വേറെ ആരോ ഉണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഫ്രണ്ട്സ് അതിനകത്ത് ജയറാം ഇങ്ങനെ അതിൻ്റെ ക്ലൈമാക്സ് സീനുണ്ട്, അത് കണ്ടോ? അത് അവസാനം ഇങ്ങനെ ജയറാമിനെ വന്ന് ശ്രീനിവാസൻ മുകേഷിനെ കൊണ്ടുവരും, അവർ തമ്മിൽ അവസാനം പിണങ്ങിയാണല്ലോ. അപ്പം ഇനി ജീവിതത്തിലേക്ക് തിരികെ വരില്ല ആ ജയറാമിൻ്റെ കഥാപാത്രം അരവിന്ദൻ. അങ്ങനെയാണ് മുകേഷ് വരുന്നത്. മുകേഷ് വന്നിങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ അയാൾ അനങ്ങാൻ പറ്റാതിരിക്കുന്ന ആളാണല്ലോ, കണ്ണീര് വരും. അങ്ങനെ ഈ അലിൻ ജോസ് പെരേരയെ ചാരി ഒരിടത്ത് ഇരുത്തിയിട്ടുണ്ട്. അയാളാണ് അരവിന്ദൻ. ജയറാം ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് മീനയുടെ കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ മറ്റേത് അയാളെന്താ അഭിലാഷ് അട്ടയം. ഇവരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ ഓരോ ചാനലുകൾ, ഞാൻ പറഞ്ഞ അത് അവർ അവരുടേതായ രീതിയിൽ ചെയ്യുന്നു, അതിന് നമ്മൾ മോശം പറയുമെന്നല്ല. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിൽ കണ്ടൻറ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ കുഴപ്പങ്ങളുള്ളത് വെച്ചിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കുക, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ വളച്ചൊടിക്കുക. ഇതിപ്പോൾ തന്നെ ഇയാൾക്ക് ആ രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഈ നടി നേരത്തെ ഒന്നും പലരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും പ്രതികരിച്ചിട്ടില്ല. എത്രയോ ആളുകൾ ഓരോപ്പം നമ്മളിതൊക്കെ പറയുന്നെങ്കിലും ഹണി റോസിനെതിരെ വ്യാപകമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ അന്നാരാജൻ, അവരെയും ബോഡി ഷേമിങ് നടത്തുന്ന തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നത്. പക്ഷെ അവർ പിന്നെ ഒരു തവണ പറഞ്ഞു എൻ്റെ രോഗാവസ്ഥയാണ് എന്ന്, ഒരു തവണ പ്രതികരിച്ചല്ലാതെ പിന്നീട് അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ന് അങ്ങനെയല്ല, നിങ്ങളിങ്ങനെ പറയരുത്, എനിക്കിങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം കൊണ്ടാണ് എന്ന് പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. ഈ ഫോൺ കയ്യിലിരിക്കുന്നവൻ എടുത്തു വെച്ച് കമൻ്റ് ഇട്ടും സന്തോഷം.
അങ്ങനെ ചില ആളുകളുണ്ട് തെറി വിളിക്കുക, ഇവനെ അങ്ങനെ വിടാൻ പാടില്ല, എന്ത് ചെയ്താലും ചാനൽ റീച്ച് ആയാൽ മതി, തെറി കേട്ടാലും കുഴപ്പമില്ല, തെറി കേട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അത് പ്രതികരിക്കാനുള്ള ഈ ഒരു പിന്നെ മനോഭാവം ഈ നടിക്കുണ്ടായി. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ നടിക്കൊപ്പമാണ്, നടി ചെയ്തതാണ് ശരി എന്ന്. ഈ ഡയറക്ടറും നായകനും പഴം വിഴുങ്ങികളെ പോലെ ഇരുന്ന 2 പേര്, അവർക്ക് വ്യാപകമായിട്ടുള്ള വിമർശനമുണ്ട്. അപ്പോൾ ആ വിമർശനം കടുത്തപ്പോഴാണ് ഈ നായകൻ വന്നിട്ട് ഇപ്പോൾ മാപ്പ് പറയേണ്ടി വന്നത്. ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഉറക്കമൊന്നുമല്ലല്ലോ, ഇയാളോടാണല്ലോ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ യുവതിയെ കൂടെ അഭിനയിച്ച നടിയെ ഇത്തരം ഒരു ചോദ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്കത് അവരെ സംബന്ധിച്ച് അവർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഇയാൾക്ക് പറ്റുമല്ലോ. അപ്പോൾ അവർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ചോദിക്കേണ്ട, എൻ്റെ ശാരീരികമായ പ്രത്യേകതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവസ്ഥയെക്കുറിച്ചോ അങ്ങനെ ചോദിക്കേണ്ടതില്ല. അത് ബോഡി ഷെയ്മിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ നിറത്തെക്കുറിച്ച് പറയുന്നു, അത് ബോഡി ഷെയ്മിംഗ് ആണ്. ഒരാളുടെ പൊക്കത്തെക്കുറിച്ച് പറയുന്നു, ബോഡി ഷെയ്മിംഗ് ആണ്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ശാരീരികമായ വൈകല്യം അതിനെക്കുറിച്ച് പറയുന്നു. ചില വാക്കുകളൊക്കെ നമ്മൾ ഇപ്പം അങ്ങനെ വാക്കുകൾ ആരും ഉപയോഗിക്കുന്ന പോലും ഇല്ല. വളരെ അപൂർവമായിട്ട് ആളുകൾ പറയുമെന്നല്ലാതെ അത്തരം ശാരീരിക വൈകല്യ അവസ്ഥയുള്ള ആളുകളെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊന്നും ഇത്തരം വാക്കുകളിലൂടെ ആരും കുത്തി നോവിക്കുന്നില്ല. സമൂഹം മാറിയിരിക്കുന്നു. മാറാത്തത് ഇതുപോലെ ഓരോരോ നമ്മൾ പറയുന്നില്ല, ഓരോ വിടല പിടിച്ച ആളുകളാണ് മാറാത്തത്. അവർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ റീച്ച് ഉണ്ടാക്കുക. ഇത് ചർച്ചയാകുമ്പോൾ ഇപ്പോൾ ആ യൂട്യൂബറെ തിരക്കി ആളുകൾ പോകത്തില്ലേ? കാര്യം എന്താ പറഞ്ഞാലും ചോദ്യമൊക്കെ ചോദിച്ചെങ്കിലും ആരാണ് ഇയാൾ എന്ന് അന്വേഷിച്ച് പോകത്തില്ലേ? അതേ അയാളും ആഗ്രഹിച്ചുള്ളൂ. ആ ഉദ്ദേശം നടന്നു. പക്ഷേ ഇനി എവിടെയും പോയി ഇങ്ങനെ ചോദിക്കരുത്. ഒരിക്കലും ഒരാളുടെയും ശരീരത്തെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മളല്ലല്ലോ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ എന്നാൽ പിന്നെ നാളെ മുതൽ ഞാൻ വണ്ണം വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്യുന്നതല്ല. അതൊക്കെ ജന്മനാ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അത്തരം പ്രത്യേകതകളോടുകൂടിയാണ് ജനിക്കുന്നത്. ഇപ്പോൾ 6 വിരലുമായിട്ട് ജനിക്കുന്ന ആളുകളുണ്ട്. അതിപ്പോൾ അവരുടെ കുഴപ്പമല്ലല്ലോ. ഒരാൾക്ക് 6 വിരലുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ജനിച്ചപ്പോഴും ഒരു വിരലെടുത്ത് ഒട്ടിച്ച് വെച്ചതല്ലല്ലോ. അപ്പോൾ അതിനെ അയാളെ പരിഹസിക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ അവനവൻ്റെ ഇപ്പം നമ്മുടെ ഗിന്നസ് പക്രു, അദ്ദേഹത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അദ്ദേഹം തരണം ചെയ്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്തുകൊണ്ട് അതിനെ അദ്ദേഹം തൻ്റെ കഴിവ് കൊണ്ട് മറികടന്നു. അങ്ങനെയാണ് ആളുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ കഴിവിനെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതിന് പകരം എവിടെയെങ്കിലും ചെന്നിരുന്ന് ഇതുപോലെ സിനിമാ നടിമാരെ അല്ല ആരെയും അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ അവരുടെ വായിരിക്കുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ യൂട്യൂബർമാർ, ബ്ലോഗർമാർ മനസ്സിലാക്കേണ്ടത്. ശരി.